അങ്ങനെ ആമസോണിൻ്റെ മുകളിലൂടെ നമ്മൾ വന്ന് പറന്നിറങ്ങുവാണ് കേട്ടോ, ലറ്റീസിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. ഇപ്പോൾ കറക്റ്റ് അദ്ദേഹത്തിൻ്റെ കറക്റ്റ് ഒരു ശിഷ്യനായി കേട്ടോ. ഈ കാണുന്ന ബോട്ടാണ് നമുക്കിനി യാത്ര ചെയ്ത് പോകാനുള്ളത്. ഇതുപോലുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവർ കറക്റ്റ് എന്ത് മതമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇസ്രായേലി ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായി കേട്ടോ. ഫൈനലി ബൊഗോട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഞാൻ ലറ്റീസിയ എന്ന് പറയുന്ന ആമസോണിൻ്റെ ഒരു ഭാഗത്തോട്ട് ഞാൻ യാത്ര ചെയ്യുവാണ്. ഞാനിതാ രാവിലെ നമ്മുടെ ബോർഡിംഗ് ഗേറ്റിൽ വന്നിരിക്കുകയാണ്. ലറ്റീസിയയിലോട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് സൈഡ് സീറ്റ് ഒന്നും ഇല്ല കേട്ടോ, വിൻഡോ സീറ്റ് ഇല്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ബോർഡിംഗ് ഓൾമോസ്റ്റ് ക്ലോസ് ആയെന്ന് തോന്നുന്നു. ഞാൻ കണ്ട ഒരു വിൻഡോ സീറ്റിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ആമസോണിൻ്റെ മുകളിലൂടെ നമ്മൾ വന്ന് പറന്നിറങ്ങുവാണ് കേട്ടോ, ലറ്റീസിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. വാവ്, അടിപൊളി. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ലറ്റീസിയ വിമാനത്താവളം കേട്ടോ. നമ്മളങ്ങനെ ലറ്റീസിയ എന്ന് പറയുന്ന ആമസോൺ ക്രോസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചെറിയൊരു ടൗണിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഈ ലറ്റീസിയ എന്ന് പറയുന്നത് നമ്മുടെ പെറുവായിട്ടും ബ്രസീലുമായിട്ടും നമ്മുടെ കൊളംബിയ ആയിട്ടും ബോർഡർ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ട്. ആൽഫ്രെഡോ വാസ്കോ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എയർപോർട്ടിൻ്റെ പേര്. ഞാൻ നമ്മുടെ ലക്ഷദ്വീപ് എയർപോർട്ട് വന്നിറങ്ങിയപ്പോൾ ഉള്ള ഫീലാണ് കേട്ടോ എനിക്ക്. വളരെ കുഞ്ഞ് എയർപോർട്ട്. ആ മാമിക്ക്, ആ ആൻറ്റിക്ക് ഞാൻ കുറേ ഫോട്ടോ എടുത്ത് കൊടുത്തു കേട്ടോ അവിടെ നിന്നോ. ഇവിടെ ഒരു ലൈൻ ഉണ്ടല്ലോ. ഇവിടെ ധാരാളം ആളുകൾ ആമസോൺ ഫോറസ്റ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ധാരാളം ആളുകൾ ടൂറിസ്റ്റായിട്ട് വരാറുണ്ട്. എനിക്ക് ബാഗൊന്നുമില്ല ആക്ച്വലി. എനിക്ക് ഈ കാണുന്ന ബാഗ് നമ്മുടെ എയർപ്ലെയിനിൽ കയറ്റാൻ പറ്റില്ല. 10 കിലോ അല്ല, ഇത് 15 കിലോയിൽ കൂടുതലുണ്ട്. പക്ഷേ ഞാൻ പയ്യെ ഒളിപ്പിച്ച് വെച്ചു കേട്ടോ. ഒളിപ്പിച്ച് വെച്ചിട്ട് അവരെൻ്റെ ബോർഡിംഗ് പാസ് എടുത്ത് സ്കാൻ ചെയ്ത സമയം കൊണ്ട് ഞാൻ പുറകിലൂടെ കയറ്റിക്കൊണ്ട് വന്നതാണ്. അല്ലെങ്കിൽ എക്സ്ട്രാ നല്ല പൈസ കൊടുക്കണം. ഇവിടെ ആമസോണിൽ വരുന്ന വിസിറ്റേഴ്സിന് 50,000 കെട്ടിവെക്കണം. 50,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം 1250 രൂപയുടെ ഒക്കെ അകത്തേ വരുള്ളൂ കേട്ടോ. കോപ്പ് 50,000 കോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ കറൻസിയുടെ കോഡാണ് COP എന്ന് പറയുന്നത്. ഇവിടെയാണ് കേട്ടോ. ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ അവർ ബില്ലടിച്ച് തന്നു. 50,000 കൊടുത്തു. ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് ഇതാണ്ട് ഇവിടെ ആളുകളുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഇവർ കാണാതെ കൊടുക്കാതെയൊക്കെ പോവാം. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചു ആമസോണിൽ വന്നതല്ലേ, ഈ പൈസയൊക്കെ ഇവരുടെ നാട്ടിൽ സംരക്ഷണത്തിനും ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അടച്ചു. ഇനി നമ്മൾ ഇറങ്ങുവാണ്. ഞാൻ ഇനി ലറ്റീസിയ. Hola. No, gracias. Gracias. Soy su guía el día de hoy. Soy su guía de una vez. Yo soy su guía profesional. Entonces, no va a hacer turismo en Amazonas. Sí, no. Vas de paso por Perú, por Brasil. Por Brasil vas a ir. Sí. Ya hoy mismo o mañana. Mañana, ¿no? Está bien, hermano, ya. Entonces no hay... അല്ലോ, എൻ്റെ പുറകെ ഫുൾ ആളുകളാണല്ലോ പഠിച്ചവനെ. നമ്മുടെ എയർപോർട്ട് ഇറങ്ങി ഇവിടെ ടാക്സികളുണ്ട്. ഞാൻ ടാക്സി എടുത്ത് പോകുന്നില്ല. വളരെ അടുത്താണ് കേട്ടോ നമ്മുടെ ടൗണ്. ലറ്റീസിയ എന്ന് പറയുന്നത് എയർപോർട്ടും എല്ലാം തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 2-3 കിലോമീറ്റർ നടന്നാൽ മതി. ഇവിടെ ഒരു ഇവരുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. പുലിയും പാമ്പിനെ പിടിച്ചിരിക്കുന്ന ഇവരുടെ ഒരു ഇൻഡിജീനിയസ് ആളും. ഞാനൊരു സത്യം പറയട്ടെ, ഇവിടെ നിന്ന് എവിടെ പോകണം, എങ്ങോട്ട് പോകണം,
എവിടെ കിടക്കണം ഒരു ഐഡിയ ഇല്ല, ഒരു പ്ലാനും പരിപാടിയില്ലാതെ ഞാനിവിടെ വന്ന് ലാൻഡ് ചെയ്തു. അത്ര മാത്രമാണ് കേട്ടോ. ഈ നാടിനെ കുറിച്ച് പോലും അധികം ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നാടിനെ കുറിച്ചൊക്കെ അറിയാം. ഇതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ മതിൽ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ ഫെൻസ്. പിന്നെ നമ്മുടെ ഇവിടെ എല്ലാവരും ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓട്ടോകൾ കാണാനായിട്ട് സാധിക്കും, നമ്മുടെ ബജാജിൻ്റെ ഓട്ടോകൾ. ഇതിവിടുത്തെ പോലീസിൻ്റെ ബൈക്കാണല്ലോ, പോലീസ് പെട്രോളിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പ്ലാനില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ പ്ലാനില്ലാതെ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്ന്. സത്യത്തിൽ പ്ലാനില്ലാതെ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും വലിയ ബെസ്റ്റ്. ജീവിതത്തിൽ പ്ലാൻ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ പോലീസൊക്കെ ഉണ്ടല്ലോ, അവിടെ പോലീസിൻ്റെ ചെക്കിംഗ് ആണ് കേട്ടോ, ബൈക്ക് ചെക്കിങ്, ട്രാഫിക് പോലീസ്. ഇവിടെ ഇതുപോലുള്ള ബൈക്കുകളല്ല, ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, അതായത് ടാക്സികളാണ് കേട്ടോ. ബൈക്ക് ടാക്സിയാണ് ഈ കാണുന്നത്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ടാക്സി വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ആ കാണുന്നത് നമ്മുടെ ആമസോൺ കാട്ടിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. കണ്ടില്ലേ, പോലീസ് ഇരിക്കണോണ്ട് മൂന്നുമാര്. നോ ഗ്രാസിയാസ്. പോലീസ് ഇരിക്കണോണ്ട് അവരെല്ലാം 3 പേരൊക്കെ വെച്ച് പോകുന്ന ആൾക്കാരെല്ലാം 2 പേരായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് പുറകിൽ ഹെൽമെറ്റ് വേണ്ട, അവിടെയും നടന്നു വരുന്നുണ്ടല്ലോ എന്നെ പോലെ. പെട്രോളൊക്കെ എങ്ങനെയാണെന്നോ എത്തിക്കുന്നത് കേട്ടോ, ഫ്യൂവലൊക്കെ എങ്ങനെയാണെന്നോ എത്തിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഉള്ള കുറേ ചെടികൾ ഫുള്ള് നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നും കുറച്ച് തിക്കാണെന്ന് വേണമെങ്കിൽ പറയാൻ ചില സ്ഥലങ്ങളിൽ. അത് കാട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ പുല്ല് കണ്ടോ, കറക്റ്റ് നമ്മുടെ നാട് കൂടുതൽ എത്തിയതുപോലെ കേട്ടോ. ഇവിടുത്തെ ഒരു കുഞ്ഞ് ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. എനിക്കൊന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്തോ ആയിരിക്കണം. ഇതെന്താ, ഇവർ മുസ്ലിംസ് ആണോ? കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഏതോ ഒരു വിഭാഗത്തിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഷോളൊക്കെ ധരിച്ചതുകൊണ്ട് നല്ല രസമായിട്ട് പോകുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ചെറിയ ഒരു ഏരിയകൾ. ഞാനിനി പയ്യെ നടന്ന് നമ്മുടെ സിറ്റി സെൻറ്ററിലോട്ടാണ് നടന്നു പോകുന്നത്. ഇതുപോലെയുള്ള ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ. അല്ല, എൻ്റെ തണ്ണിമത്തൻ്റെ വലിപ്പം നോക്കിക്കേ. പിന്നെ ഇവിടുത്തെ ഈ കായുടെ പേരെന്നതാണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇവിടെ നമ്മുടെ ലത്തീസിയ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ലവ് ലത്തീസിയ എന്നിട്ടുള്ള ഒരു നെയിം പ്ലേറ്റ് കാണാൻ സാധിക്കും. 3 സ്പൈസസ് ഉൺ ഡെസ്റ്റിനോ, 3 രാജ്യങ്ങളുടെ ഡെസ്റ്റിനേഷനാണ് ഈ ഒരു സ്ഥലം എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ആമസോണാസ്. ഇവിടുത്തെ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളി. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ്. പിന്നെ ഇവിടെ നമ്മുടെ ജീസസും അവിടെ മദർ മേരിയൊക്കെ ഉള്ള ഒരു സ്തൂപമാണ് കേട്ടോ. ഇനി ഇവിടെ ചെറിയ ചെറിയ തട്ടുകടകളാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ലോക്കൽ ഭക്ഷണങ്ങളൊക്കെയാണ്. ഇവിടെ ഫുള്ള് ബൈക്കാണ് കേട്ടോ, മോട്ടോർ ബൈക്കുകളുടെ. നമ്മുടെ നാട്ടിലെ ഡിയോ, ഇവിടെ അവർ താണ്ടേ അവരുടെ ഫോറസ്റ്റിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വന്ന പഴങ്ങളുടെയൊക്കെ വലിപ്പം നോക്കിക്കേ. നല്ല വലിപ്പമുള്ള മുന്തിയിനം കായകൾ കേട്ടോ. ഇവിടെ ഉള്ള എല്ലാത്തിനും വലിപ്പമാണല്ലോ. ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് വേറൊരു പ്രത്യേകത നിറഞ്ഞ ഒരു ടൗൺ കേട്ടോ. ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ധാരാളം ഷോപ്പുകളുണ്ട്. പിന്നെ ഇതൊക്കെ ആളുകൾ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കുന്ന സ്ഥലങ്ങളാണ്. കോഫിയും ഇവരുടെ കുറേ ഓയിലായിട്ടുള്ള ഭക്ഷണങ്ങൾ. ഞാനിങ്ങനെ പെട്ടെന്ന് നടന്നു പോയപ്പം ഒരു ബാഗ് തൂക്കിയ ഒരു പയ്യൻ, അവൻ എന്നെ ഇങ്ങനെ നോക്കുന്നു. ബാഗ് തൂക്കി ഈ പയ്യനായ ഞാൻ അവനെങ്കിലും നോക്കുന്നു. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോയി ഹായ് പറഞ്ഞു. അങ്ങനെ നമ്മൾ കമ്പനിയായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനും ആമസോണിലൂടെയൊക്കെ ഇങ്ങനെ കാട് കയറി നടന്ന് യാത്ര ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവൻ മൂത്രമൊഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ തപ്പി പോവുകയാണ് കേട്ടോ. അവൻ്റെ ബാഗ് ഇവിടെ കിടക്കുവാണ്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വന്ന വഴിയിലോട്ടാണ് ഞാൻ പോകുന്നത്, ഞാൻ വന്ന വഴിയിലോട്ടാണ് അവൻ ഇനി പോകുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ്. എന്തോ നമ്മുടെ മരിച്ചിനി. ഇവിടെ കുറേ പപ്പായ ഉണ്ട്, പഴമുണ്ട്. ഇതിവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫുള്ള് ഭക്ഷണങ്ങൾ, ഫുള്ള് റെസ്റ്റോറൻറ്റ് സാധനങ്ങൾ. ഇവിടെ നമ്മുടെ ഇതെന്താ സാധനം, ചേനയാണോ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്ത് സാധനം എന്തോ കേട്ടോ. കൂടുതൽ ഇവിടെ പഴങ്ങളാണ് കേട്ടോ. പഴങ്ങൾ, ഓറഞ്ചുകൾ, നാരങ്ങ,
ഓക്കെ. Un criminal de Caquetá. Tu criminal? Mi criminal. Yo la pelo, yo le déjate, no. Okay, sí, sí. Ay, ¿cómo te meto la otra vez? ¿Ah? Doctor, disculpe que lo haga molestar. Sí, 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 sí. Bacano tus cejitas de un niño varón. Sí, sí, sí. A esto me la bota como salí yo. ¿Ah? Salí como un diablo. ഓക്കെ. എനിക്ക് തളർന്നു. എനിക്ക് വല്ലോ ഭക്ഷണം ഇവിടെ നിന്ന് വല്ലോ കണ്ടുപിടിക്കണം. ഓ, ഇവിടെ എല്ലായിടത്തും കേട്ടോ. നമ്മുടെ നാട്ടിലെ മരിച്ചിനി ഇതെല്ലാം മണ്ണിൽ നിന്ന് കൊണ്ടുവന്നതാ. ഫ്രഷ് മരിച്ചിനി. ഇവിടെ ഈ കാണുന്നത് നമ്മുടെ മത്സ്യമാണ്. നമ്മുടെ ഇവിടുത്തെ പുഴയിൽ നിന്നുള്ള മത്സ്യമാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് മത്സ്യവും മാംസവും വലിയ വലിയ മീനുകളാണ് കേട്ടോ. വാവ്, ഈ കാണുന്ന മീനൊക്കെ നോക്കി എന്ത് വലിപ്പമൊന്നും ഇതില്. എൻ്റെ അമ്മ. ഓ, ഇവിടെ വന്നിട്ട് ലത്തീഫിയിൽ വന്നിട്ട് അടിയാണ് കേട്ടോ. എൻ്റെ അമ്മ, അയ്യോ സീന കേട്ടോ. പുള്ളി അടിച്ച് ഇതൊക്കെ പൊട്ടി കേട്ടോ. ഇതാണ് ആമസോൺ അടി കേട്ടോ. ആമസോൺ അടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. എവിടെ നോക്കിയാലും മാർക്കറ്റും സംഭവങ്ങളുമാണ്. ഞാനങ്ങനെ നമ്മുടെ റിവറിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവരെന്തോ എന്തൊക്കെ കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് ഭക്ഷണം കഴിക്കണം, അതുകൊണ്ട് എനിക്ക് തലയിലൊന്നും മനസ്സിലാവുന്നില്ല, ഒന്നും കയറുന്നില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ആമസോണിലൂടെയുള്ള നദി. അതായത് ഈ നദിയുടെ പേര് തന്നെ ആമസോൺ റിവർ എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സ്ഥലങ്ങൾ നമ്മുടെ പെറു ആണ്. അപ്പുറത്ത് ഈ നദിക്ക് അപ്പുറത്തുള്ള സ്ഥലങ്ങൾ നമ്മുടെ പെറുവും ഈ കാണുന്നത് നമ്മുടെ കൊളംബിയയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വഴിയിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോൾ റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ, എപ്പോഴും മീറ്റ് കഴിച്ച് മടുത്തില്ലേ, വെജിറ്റേറിയൻ കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആളെപ്പോൾ കണ്ടു. മഹാരാജ്, യു വാണ്ട് സേ ഹായ്? Hello. വാട്ട്സ് യുവർ നെയിം? Priyanti Maharaj. പ്രിയാന്തി മഹാരാജ്. പുള്ളിക്കാരൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, നമ്മുടെ വൃന്ദാവനിലൊക്കെ വന്നിട്ടുണ്ട്. പുള്ളിയാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഓണർ. യു ആർ കൊളംബിയൻ? Yeah, I'm from Colombia. യു ആർ ഫ്രം കൊളംബിയ? Medellin. Medellin. How many years you are living here? 10 years. 10 years. ഓക്കെ. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ റെസ്റ്റോറൻ്റാണ്. അവിടെ നോക്കിയപ്പോൾ ഫുള്ള് നമ്മുടെ ഗോമാതാവിൻ്റെ പടവും നമ്മുടെ കൃഷ്ണൻ്റെ പടവും നമ്മുടെ ഗണേശയുടെ പടവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ നമ്മുടെ കുറേ ആൾദൈവങ്ങളില്ലേ ഗുജറാത്തിലുള്ള നമ്മുടെ ഗുരു. അപ്പം ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞു ജയ് ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജയ് ശ്രീകൃഷ്ണൻ പുള്ളിക്കാരനെ മനസ്സിലായില്ല. അങ്ങനെ ഞാൻ കമ്പനിയായി. ഞാൻ അവിടെ മൊബൈലൊക്കെ ചാർജ് ചെയ്തുകൊണ്ടിരുന്നപ്പം പുള്ളി മാർക്കറ്റിലോട്ട് പോകണം. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ മാർക്കറ്റിൽ വരാമെന്ന് പറഞ്ഞ് പുള്ളിയുടെ കൂടെ നടക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മഹാരാജ്. ഐ എം വെരി ഹാപ്പി ടു മീറ്റ് യു. Yeah, many Indians coming to Leticia. Okay. Yeah, from the United States, from India also. ഓ, അമേരിക്കയിൽ നിന്നൊക്കെ ധാരാളം ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരുന്നു എന്നാണ് നമ്മുടെ മഹാരാജ് പറഞ്ഞത്. 2 ദിവസം ഇവിടെ മഹാരാജിൻ്റെ ശിഷ്യനായിട്ട് ഞാൻ ഇവിടെ കൂടിയാലോ എന്ന് ആലോചിക്കാം. അതായത് ഇവിടെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും കാണാൻ സാധിക്കും. പപ്പായ ഭയങ്കര പ്രസിദ്ധമായിട്ട് ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഗൊനബനയാണ്. നമ്മുടെ എൻ്റെ അമ്മ വലിപ്പം നോക്കിക്കേ. നമ്മുടെ മഹാരാജിൻ്റെ കൂടെ ഞാൻ വീണ്ടും നമ്മുടെ മാർക്കറ്റിലോട്ട് വന്നു. മഹാരാജ് ഇന്ന് ഫുള്ള് ഷോപ്പിംഗ് ആണ് കേട്ടോ. എനിക്കൊന്ന് കടയിലത്തേക്ക് വേണ്ടിയാണ്. നേരത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇവിടുത്തെ കിട്ടാത്ത സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ഇനി ഇവിടുത്തെ മാർക്കറ്റിൽ സാധാരണ ഇവിടുത്തെ ഉള്ള ലോക്കൽ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാം വലുതാണ്, പക്ഷെ തേങ്ങ ഇവിടുത്തെ ചെറുതാണല്ലോ. ഇപ്പോൾ കറക്റ്റ് അദ്ദേഹത്തിൻ്റെ കറക്റ്റ് ഒരു ശിഷ്യനായി കേട്ടോ. നമ്മുടെ ബാബ പറഞ്ഞ അനുസരിച്ചിട്ട് ആ കാണുന്ന ഇസ്രായേൽക്കാരാണ് കേട്ടോ ഇങ്ങനത്തെ. ദേ ആർ ഇസ്രായേലി.
This from Peru. ഫ്രം പെറു. They practice the Judeo. religion. ഹുദിയോ. ഓ, അവർ ജൂതിസം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. അതുപോലെ അവർ വേറൊരു രീതിയിലുള്ള ജൂതിസം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവരുടെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. അങ്ങനെ നമ്മുടെ മഹാരാജിൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ യോഗ എന്താ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ കഥ കുറേ ഉണ്ട്. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ യോഗയുടെ പരസ്യങ്ങൾ. ഇതൊക്കെ കണ്ടോ, ഇവിടെ ഈ കാണുന്നത് ഇവിടെ നമ്മുടെ മഹാരാജിൻ്റെ നമ്മുടെ ഗുരുക്കളൊക്കെയാണ് കേട്ടോ. ഞാൻ മഹാരാജിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എയർപോർട്ടിലോട്ട് തിരിച്ചു പോവാണ്. കാരണം ഞാൻ നെക്സ്റ്റ് ഇവിടെ നിന്ന് പെറു ആണ് പോകുന്നത്. അപ്പോൾ എയർപോർട്ടിൽ തന്നെ എക്സിറ്റ് അടിക്കണം കേട്ടോ. കാരണം ഇവിടെ എമിഗ്രേഷൻ ഇല്ല, എമിഗ്രേഷൻ്റെ കൗണ്ടർ ക്ലോസ് ആയി. അപ്പോൾ ഞാൻ നേരെ എയർപോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എമിഗ്രേഷനിൽ നിന്ന് ഞാൻ രാജ്യം വിടുന്നു എന്നുള്ള ഒരു എക്സിറ്റ് അടിക്കണം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ് കേട്ടോ. സ്കൂളിൻ്റെ പുറത്ത് ഉച്ചയ്ക്കുള്ള ബ്രേക്ക് എന്തോ ആണ്. കുട്ടികൾ കണ്ട ഐസ്ക്രീം ഇതാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും പോലീസുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു കുഞ്ഞു സ്കൂള്. എന്തൊരു വെയില്. നമ്മുടെ ചേട്ടൻ എന്നെ എയർപോർട്ട് വരെ കൊണ്ടാക്കി തരുവാണ് കേട്ടോ. പാവം ചേട്ടൻ. നടന്ന് വയ്യ. വെയിലാണെങ്കിൽ ഒടുക്കത്ത വെയില്. ഞാനിനി ബ്രസീലിലോട്ട് പോവാണ്. ബ്രസീൽ, പെറു, കൊളംബിയ എല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലമാണല്ലോ ഈ കാണുന്ന ലെറ്റീസിയ എന്ന് പറയുന്ന ടൗണ്. ഞാനിനി ബ്രസീലിലോട്ട് പോവാണ്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കണ്ട, നമ്മുടെ ബ്രസീലെത്തും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ബ്രസീലിലോട്ട് നടന്നു പോവാം. നമ്മുടെ ബ്രസീലിലോട്ട് പോകുന്ന അന്താരാഷ്ട്ര റോഡ് ഇവിടെ അവർ അറ്റകുറ്റ പണികൾ നടക്കുന്നുണ്ട്. റോഡ് ക്ലോസ് ആണ്. ഇതിലെ കൂടെ നടന്നു വേണം പോകാനായിട്ട്. പഠിച്ചവനെ നാറ്റം. ഈ വെള്ളത്തിൽ കൂടെയൊക്കെ ആണല്ലോ പോകണ്ടേ. ഈ കാണുന്ന ബോർഡ് കണ്ടോ. ഇപ്പം നിൽക്കുന്നത് കൊളംബിയ, ആ കാണുന്നത് ബ്രസീൽ, ഇങ്ങോട്ട് പോയാൽ പെറു. ഇതാണ് കേട്ടോ നമ്മുടെ അന്താരാഷ്ട്ര ബോർഡർ എത്തി. നമ്മുടെ ട്രൈ കൺട്രിയുടെ മീറ്റിംഗ് പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ 3 രാജ്യങ്ങളുടെ ഫ്ലാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. പെറുവിൻ്റെത്, ബ്രസീലിൻ്റെത്, കൊളംബിയയുടെ. ആ കാണുന്നത് നമ്മുടെ ബ്രസീൽ ബോർഡർ. ഞാൻ ഇന്ന് ബ്രസീലിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ പ്രപത്തിങ്ക, ബ്രസീൽ, ബെൻവിന്തോ. അതായത് ബ്രസീലിൽ സ്പാനിഷ് അല്ല സംസാരിക്കുന്നത്. ഈ രാജ്യം പോർച്ചുഗീസാണ് സംസാരിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ കോളനി ആയിരുന്ന രാജ്യമാണ് നമ്മുടെ ബ്രസീൽ എന്ന് പറയുന്ന സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിപ്പമുള്ള രാജ്യം. ഇവിടെ വരുമ്പോൾ ഉള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ റേറ്റ് കണ്ടില്ലേ. ഇത് നമ്മുടെ ബ്രസീലിയൻ റിയലാണ് കേട്ടോ. ഇവരുടെ പൈസയുടെ പേര് $6 കണ്ടില്ലേ. RS എന്ന് നമ്മൾ വിചാരിക്കും. $6 റിയൽ ഡോളറാണ്. ഇവിടെ എല്ലാം ബ്രസീലിയൻ റിയലാണ് ഇവിടെ പൈസ എഴുതി വെച്ചിരിക്കുന്നത്. ബ്രസീൽ ആയതുകൊണ്ട്. ഇനി ഇവിടെ കൂടുതലും സ്പാനിഷ് ആണ് കേട്ടോ. പിന്നെ ബോർഡറിലായതുകൊണ്ട് പോർച്ചുഗീസാണ്. ബോർഡറിലായതുകൊണ്ട് ഇവർ സ്പാനിഷൊക്കെ സംസാരിക്കുമെന്ന് തോന്നുന്നു ഇവിടെ ഉള്ള ആളുകളൊക്കെ. ഞാൻ ബ്രസീലിൽ പോയി ബാഗെല്ലാം എടുത്തു. നമ്മുടെ പുള്ളിയെയും വിട പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ റിവറിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് ധാരാളം ബോട്ടുകളും ചെറിയ ചെറിയ വഞ്ചികളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിനി പെറുവിൻ്റെ ഭാഗത്തോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഈ കാണുന്ന ബോട്ടുകളിലാണ് കേട്ടോ പോകേണ്ടത്. അവർ ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു 250 രൂപയാണ് കേട്ടോ പറയുന്നത്. തൊട്ടപ്പുറത്തെ പെറുവിലോട്ട് പോകാനായിട്ട്. ഇതപ്പുറത്തു നിന്നൊക്കെ വന്ന ബോട്ടുകളാണ് ചെറിയ. ഇവിടെ കൊണ്ടുവന്ന കൊലകളൊക്കെ ആളുകൾ ഇറക്കുവാണല്ലോ. എനിക്ക് തോന്നുന്നു കച്ചവടക്കാർ വന്ന് വാങ്ങുവാണ് എന്ന് തോന്നുന്നു കേട്ടോ. ഓരോ കൊലകളായിട്ട്. ഇവർ ദൂരം നിന്ന് എവിടെ നിന്നെങ്കിലും വന്നതാണോ എനിക്കൊരു ഐഡിയയിൽ. ഇതുപോലുള്ള കുറേ ഹൗസുകളുണ്ട് കേട്ടോ. ഹാമോക്ക് കെട്ടി തൂക്കിയ കുറേ വീടുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ബോട്ട് ഹൗസുകൾ. നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഫുള്ളി കുറേ നേരമായിട്ട് എന്തൊക്കെ എനിക്ക് വയ്യ കേട്ടോ. എനിക്ക് നല്ലപോലെ ഒന്ന് ഉറങ്ങി. കാരണം ദേഹമൊക്കെ നല്ല ക്ഷീണം, നല്ല ഉറക്കം വരുന്നു. എവിടെയെങ്കിലും പോയിട്ട് നല്ല പോലെ കിടന്ന് ഉറങ്ങാം. വാമോസ്. Mira, inglés. ഇവിടുത്തെ
വീടുകളൊക്കെ കണ്ടോ, വെള്ളത്തിൽ പണിത് വെച്ചിരിക്കുന്ന വീടുകൾ. La riqueza del Amazonas era mi tierra, muy sagrada. നമ്മുടെ ഈ കാണുന്നത് കൊളംബിയ, ആ കാണുന്നത് ബ്രസീല്, ഈ കാണുന്നത് നമ്മുടെ പെറു ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ നമ്മുടെ പെറുവിലോട്ട് വന്ന് ഞാൻ ഇറങ്ങുവാണ്. സാന്താറോസ എന്ന് പറയുന്ന പെറുവിൻ ഒരു ഐലൻഡിലോട്ടാണ് കേട്ടോ ആദ്യം വന്ന് ഇറങ്ങുന്നത്. ഇവിടെയാണ് നമ്മുടെ എമിഗ്രേഷനൊക്കെ ഉള്ളത്. പെറുവിൽ ഇറങ്ങിയപ്പോൾ മുഴുവൻ ഇവിടെ സംഗീത കച്ചേരികളാണ്. ഞാൻ നമ്മുടെ എമിഗ്രേഷനിലോട്ട് ആദ്യം പോവുകയാണ്. എമിഗ്രേഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ പോട്ടെ. താഴെ പോയാ വെള്ളത്തിൽ പോയ കേട്ടോ. ഇവിടെ കടൽ കയറി ഐലൻഡ്. അങ്ങനെ ഇവിടെ ബിൻവെനീദോസ് സാന്താറോസ ദെ ലൊറേത്തോ പെറു. ഇവിടെയുള്ള വീടുകളെല്ലാം ഇതുപോലുള്ള ടൈപ്പ് വീടുകളാണ് കേട്ടോ. വെള്ളത്തിൽ നിർമ്മിച്ചിട്ടിരിക്കുന്ന വീടുകൾ. നടുക്ക് ഒരു കോൺക്രീറ്റിൻ്റെ റോഡും. ഗ്രാസിയാസ് അവരെന്നെ ഒരു ബോട്ടിൽ കയറ്റി വിട്ടു. ഞാനങ്ങനെ ഇവരുടെ കൂടെ ബോട്ടിൽ പോകാനായിട്ട് പോകുന്നു. ഈ കാണുന്ന ബോട്ടിൽ കയറിയിട്ട് ഇനി വേറെ വലിയ ബോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് യാത്ര ചെയ്യാനാണ് പ്ലാന്. വയ്യ കേട്ടോ. അയ്യോ അല്ല നമ്മൾ പോകുന്നതെല്ലാം ഇതുപോലുള്ള ചെറിയ വഴിയുടെ ഇടയ്ക്കൂടെയാണ്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. കൊക്ക് അങ്ങനെ ആ ബോട്ട് എന്നതാ ഈ ബോട്ടിൻ്റെ ഫ്രണ്ടിലാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ബോട്ടാണ് നമുക്കിനി യാത്ര ചെയ്ത് പോകാനുള്ളത്. അയ്യോ വലിയ ബോട്ടാണല്ലോ പടച്ചോനെ. ഇതിൽ കൂടെയാണ് കേട്ടോ. ഇത് നല്ല ലോങ് ദൂരം പോകുന്നതാണ്. ഇക്കിത്തോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഞാനിനി പോകുന്നത്. അത് ഈ കാണുന്ന ബോട്ടിലാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. ലൂച്ചോ ആണ് കേട്ടോ ഈ കമ്പനിയുടെ പേര്. അടിയിൽ സാധനമുണ്ടോ അല്ല. ഒരു ടിക്കറ്റൊക്കെ എടുക്കുന്ന എന്താ, എല്ലാവരും ഹാമോക്ക് ഉണ്ട് കേട്ടോ. ഹാമോക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ടുള്ള ഹാമോക്ക് കെട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കിടക്കാൻ കേട്ടോ. വാ അടിപൊളി കേട്ടോ. ഹാമോക്ക് ഇട്ട് ഇങ്ങനെ കിടക്കാനായിട്ട് ആളുകളെല്ലാം കയറി വരുവാ. അവിടെ കുറേ ബോട്ടുകളുണ്ട് കേട്ടോ. അതാണ്ട് ഇവിടെ ബോട്ട്. ഇത് നാളെ ഇക്കിത്തോസിൽ പോകുന്ന ബോട്ടാണ് കേട്ടോ. വലിയ ബോട്ടാണല്ലോ. കപ്പിത്താൻ tu nombre? Ivan. Mucho gusto. ഇവിടെ കുറേ ആളുകൾ മുകളിലും ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചത് താഴത്തെ തട്ടാണ്. ഈ കാണുന്നത് ഇവിടുത്തെ മുകളിലത്തെ തട്ടാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കുറേ വിദേശികൾ, 2-3 വിദേശികളുണ്ടല്ലോ. ഹാമോക്ക് ഇല്ലെങ്കിൽ പറ്റൂല കേട്ടോ. ജർമ്മനിയിൽ നിന്നുള്ള 3 പേരുണ്ട്. ഞാൻ അവരുടെ അടുത്ത് കുറച്ച് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വയ്യ കേട്ടോ. ഞാനിവിടെ എക്സ്പ്ലോറും ചെയ്യാൻ പറ്റിയില്ല. എന്തോ ഭയങ്കര റഷ്. എനിക്ക് വയ്യ കേട്ടോ. ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും മാഹി നോമ്പ് പിടിക്കില്ലേ എന്ന്. ദൈവം നോമ്പിൻ്റെ കാര്യമൊന്നും പറയില്ലേ. സത്യത്തിൽ ഞാൻ വയ്യാതിരിക്കുവാണ്. നോമ്പ് പിടിക്കാനുള്ള അവശേഷിയൊന്നുമില്ല. ഇന്ന് ആക്ച്വലി ഇവിടെ നോമ്പാണ്. നോമ്പ് പിടിക്കാനുള്ള അവശേഷിയൊന്നും എനിക്കില്ല കേട്ടോ. അവിടെ ഫുള്ള് മഴക്കോളാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് മേഘമെല്ലാം കറുത്ത് കിടക്കുന്നത്. എന്ത് രസമല്ലേ. അവിടെ കൊളംബിയ, ഈ കാണുന്നത് ബ്രസീല്, നമ്മുടെ ഈ കാണുന്നത് പെറു, ഈ കാണുന്നത് ഞാൻ പോകുന്ന ഷിപ്പ്. എല്ലാവരും ഹാമോക്കൊക്കെ കെട്ടി ഹാമോക്കിലാണ് കേട്ടോ പോകുന്നത്. ആൾക്കാരെല്ലാം കയറുവാണ് കേട്ടോ നമ്മുടെ ബോട്ടിന് ഓരോ പേരുകളുണ്ട്. ഈ കാണുന്നത് ലുച്ചോ, ആ കാണുന്ന ബോട്ടിൻ്റെ പേരെന്താ നൊഫുമയോ എന്തോ ആണ് കേട്ടോ. അവിടെ എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ. അയ്യോ, കാറ്റ് വന്ന് ഇടിച്ച് ബോട്ടൊന്ന് ഇടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. എന്നമ്മോ കാറ്റ് വന്ന് വീശി ബോട്ട് ഇടിച്ചു. ഇവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ മീന്, ചിക്കന്,
ഗ്രില്ല് ചെയ്തിട്ടുള്ള മീനും ചിക്കനൊക്കെയാണ്. ഇവിടെ ഫുള്ള് മഴ കേട്ടോ. അയ്യോ, ഇതാണ് കേട്ടോ എൻ്റെ ഭക്ഷണം. ചോറ്, മീന്, മരിച്ചിനി, ഇതിനെല്ലാം കൂടെ 450 രൂപ. കടിച്ചു പറിച്ച് വെച്ചിരിക്കുന്ന വേണ്ട. എനിക്ക് എത്രത്തോളം വിശപ്പുണ്ടാവുന്നത് നിങ്ങൾക്ക് അറിയാലോ. മീനിനെ ഞാൻ എല്ലും കൂടെ ആക്കി കേട്ടോ. നല്ല വിശപ്പ്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ബോട്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായി കേട്ടോ. ഇരുട്ടായി, ആളുകളൊക്കെ കയറി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബോട്ട് നിർത്തിയാണ് കേട്ടോ പോകുന്നത്. 2-3 ദിവസം എന്തോ എടുത്തിട്ടാണ് ഈ ബോട്ട് നമ്മുടെ അവസാന ഡെസ്റ്റിനേഷനായിട്ടുള്ള ഇക്തോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇവരുടെ അണ്ടർഗ്രൗണ്ട് സാധനങ്ങളൊക്കെ വെക്കുന്ന ഇതാണ്. പോലീസൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് കേട്ടോ. അധികം സാധനമൊന്നും ഇല്ലല്ലോ ഇതിൽ. ഇത് ഇവരുടെ എൻജിൻ മോട്ടോർ റൂം. ഇതാണ് ഏറ്റവും അടിയിൽ. അതുകൊണ്ട് കൊലയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ. ഇവിടെ നമ്മുടെ ഈ ഡെക്കിൽ അവിടെ എന്തോ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ചെറിയൊരു ഗ്രോസറി സ്റ്റോറ്. ഞാൻ വണ്ടി കയറി ഉടനെ തന്നെ എല്ലായിടത്തും കമ്പനിയായി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബോട്ടിലെ ഒരു ചേട്ടൻ. ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ കോൺട്രാക്ടർ എന്ന് തോന്നുന്നു. അമീഗോ ഗ്രാസിയാസ്. എനിക്ക് ഫ്രീ ആയിട്ടൊരു ഹാമോക്ക് തന്നു കേട്ടോ. പാവം പുള്ളി. ഇവിടുത്തെ കുട്ടികൾ നോക്കിക്കുക, തല മറച്ചിട്ടുള്ള. എനിക്കൊന്ന് ഇതാണ് കേട്ടോ ഇവിടുത്തെ പുതിയ ആളുകളാണെന്ന് തോന്നുന്നു. ഇതുപോലുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവർ കറക്റ്റ് എന്ത് മതമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇസ്രായേലിത്ത എന്നാണ് കേട്ടോ അവരെ പറയുന്നത്. അവർ ജൂതമതം എന്നാണ് തോന്നുന്നത്. കറക്റ്റ് എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ കൊച്ചുകുട്ടികൾ വരെ അതിട്ടേക്ക് നോക്കിക്കേ. സമയം 7-8 മണിയായി. ഇവിടെ ചില ആളുകൾക്ക് റൂമൊക്കെ ഉണ്ടല്ലോ. അതെ, ഇവർക്ക് പുള്ളിക്ക് റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. എനിക്കൊന്ന് ബോട്ടിലുള്ള ആൾക്കാരെ. നമ്മുടെ ബോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, 8 മണിയായി കേട്ടോ ഏകദേശം. അപ്പോഴാണ് നമ്മുടെ ബോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ട്. ഞാൻ ഓൾറെഡി കാണിച്ചു തന്നല്ലോ. ഇനി 3 ദിവസം എനിക്ക് ഈ ബോട്ടിൽ നിൽക്കേണ്ടി വരും കേട്ടോ. 3 ദിവസം പോസ്റ്റ് ഞാനും പയ്യെ ലോക്കൽ ആളുകളെയൊക്കെ പരിചയപ്പെട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. എല്ലാവരും 3 ദിവസത്തെ യാത്രയല്ല. ചില ആൾക്കാർ നാളെ ഇറങ്ങും, ചില ആൾക്കാർ മറ്റന്നാൾ ഇറങ്ങും. ഫൈനലി നമ്മുടെ ആമസോണിലൂടെയുള്ള എൻ്റെ ഈ യാത്ര ഞാൻ അങ്ങനെ ഇവിടെ വെച്ച് തുടങ്ങുവാണ് കേട്ടോ. ഈ കാണുന്ന ബോട്ട് നാളെ എടുക്കും. ഈ കാണുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു ചെറിയ ബോട്ടുകളാണ് കേട്ടോ. നമ്മുടെ ബോട്ട് നിറഞ്ഞ് ഫുൾ ആളുകളാണ് ഇപ്പോൾ. തട്ടി അങ്ങനെ പോയി. ഇവിടെ ഫ്രണ്ടിലൊക്കെ ആളുകൾ ഇരിക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആമസോൺ റിവർ. അപ്പുറത്ത് നമ്മുടെ കൊളംബിയയുടെ ഭാഗങ്ങളാണ്. നമ്മുടെ പെറുവിൻ്റെയും കൊളംബിയയുടെയും നടുക്കൂടെയാണ് നമ്മുടെ യാത്ര ഇങ്ങനെ പോകുന്നത്.